Hi all, welcome back to Commerce with me, your homely classes. Today you are going to learn about recruitment. When you hear the term recruitment, the another term that may come into your mind is selection. These two terms are sometimes confused, but they are entirely different process, and the process of recruitment is done right before the selection of a particular candidate for a job is made, and so the function of recruitment precedes the selection process. So recruitment is concerned with developing suitable techniques which is done for attracting more and more candidates for a particular job, while selection is the process of finding out the best employees from the process of recruitment. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റീസ് പൊസസ് ചെയ്യുന്ന എംപ്ലോയീസ് എവിടെയൊക്കെ ഉണ്ടോ അവരെയൊക്കെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക ചെയ്യും. അപ്പം ഈ പ്രോസസ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൂൾ ഓഫ് ആപ്ലിക്കൻസ് ആയിരിക്കും. അതായത് എവിടെയൊക്കെ ആ ക്വാളിറ്റീസ് പൊസസ് ചെയ്യുന്നവരുണ്ടോ അവരെല്ലാം നമ്മളിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അപ്പം അത്രയും ആപ്ലിക്കൻസിൻ്റെ അകത്തു നിന്നായിരിക്കും നമ്മൾ ബെസ്റ്റ് ഓഫ് എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് എപ്പോഴും സമ്മപ്പ് ചെയ്യാവുന്ന ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അട്രാക്റ്റിംഗ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. ചുമ്മാ അവരെ അട്രാക്റ്റ് ചെയ്താൽ മാത്രം പോരാ, പക്ഷേ പകരം എന്ത് ചെയ്യണം, അവരെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ആ വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും കൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിയോ ആയിരിക്കണം നമ്മുടെ ഓർഗനൈസേഷന് കൊടുക്കേണ്ടത്. See, only when more and more people apply for the job, we can find out the best person for the പെർട്ടിക്കുലർ ജോബ് അല്ലേ. നമ്മൾ ഒരുപാട് ആൾക്കാരെ കണ്ടും സംസാരിച്ചും ഒക്കെ വരുമ്പോഴത്തേക്കും അല്ലേ നമുക്ക് പലതരത്തിലുള്ള ടാലൻസ് ഉണ്ട് എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം ഒരു പ്രോസ്പെക്റ്റീവ് ജോബിലേക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആളുകൾ വരുമ്പോഴത്തേക്കും എന്താവും, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജോബിലേക്ക് പൊസസ് ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്ന അതിനെക്കാട്ടിലും ചിലപ്പം കൂടുതൽ ടാലൻസ് പൊസസ് ചെയ്യുന്നവരെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ടാലൻറ്റ് പൊസസ് ചെയ്യുന്ന ആൾക്ക് വേറെ തരത്തിലുള്ള ടാലൻറ്റ് കാണണം എന്നില്ല. അപ്പം നമുക്കിങ്ങനെ പല കമ്പാരിസൺസ് നടത്തിയിട്ട് എന്താണ് നമുക്ക് ബെസ്റ്റ് എംപ്ലോയീസിനെ സെലക്ഷൻ ചെയ്യാനായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. You can find out many definitions for the recruitment, but the definition which I found it easy to learn or helpful is the definition given by Edwin Flippo. It states that recruitment is a process of searching for prospective employees and stimulating and encouraging them to apply for jobs in an organization. You can learn any definitions which you found it easy to remember or easy to learn. Now let's move on to objectives of recruitment. The following are the objectives. The first and the foremost objective of recruitment is to attract and encourage more and more candidates to apply in the organization. എത്രത്തോളം കാൻഡിഡേറ്റ്സ് പോസിബിൾ ആണോ അത്രത്തോളം കാൻഡിഡേറ്റ്സ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള വേക്കൻറ്റ് പൊസിഷനെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ആ എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ ആ വേക്കൻറ്റ് പൊസിഷനിലേക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. The second objective of recruitment is to create a pool of talented candidates. In the process of recruitment നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ടാലൻറ്റഡ് കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് കിട്ടുന്നതല്ലേ. അപ്പം എത്രത്തോളം ടാലൻറ്റഡോ അല്ലെങ്കിൽ എത്രത്തോളം ക്വാളിഫൈഡ് ആണോ നമ്മുടെ കാൻഡിഡേറ്റ്സ് അത്രത്തോളം ബെസ്റ്റ് എംപ്ലോയിനെ ആയിരിക്കും നമുക്ക് സെലക്ഷൻ പ്രോസസ്സിൽ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. It is through the process of recruitment where the employees as well as the employers meet together for the first time. So, it is said as the recruitment act as a link between the job seekers and the organization. The organization is the employer while the job seekers are the employees to the organization. So, this stage act as a link between the job seekers as well as organization, which is the third objective. The fourth objective of recruitment is that it helps the organization to meet its legal and social obligations related to the composition of the workforce. See, many kind of obligations are to be fulfilled by the organization, and it can be both legal as well as social. For example,
providing equality among the workforce, then avoiding discriminations, and many other kinds of obligations are to be fulfilled by the organization. These are fulfilled through the process of recruitment. So under the process of recruitment, all the underqualified or the overqualified employees are rejected, and the adequately talented employees or qualified employees are forwarded for selection. So it leads to higher rate of succession in the process of selection. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടാത്ത അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വേക്കൻസിക്ക് സ്യൂട്ടബിൾ ആകാത്ത തരത്തിലുള്ള എംപ്ലോയീസിനെ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ മാത്രമേ നമ്മൾ സസ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ സെലക്ഷൻ പ്രോസസ്സ് നടത്തത്തുള്ളൂ. അപ്പം ആ സെലക്ഷൻ പ്രോസസ്സിൻ്റെ അകത്തോട്ട് നമ്മൾ ഫോർവേഡ് ചെയ്യുന്ന എംപ്ലോയീസ് നമ്മൾ ആക്ച്വലി കൊള്ളാം, നമ്മുടെ വേക്കൻസിക്ക് സ്യൂട്ടബിൾ ആണ് എന്ന തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ്സിലേക്ക് ഫോർവേഡ് ചെയ്ത് വിടുന്നത്. അപ്പം ആ സെലക്ഷൻ പ്രോസസ്സിൻ്റെ സക്സസ് റേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് എംപ്ലോയിനെ സെലക്ട് ചെയ്യാനുള്ള റേറ്റ് എപ്പോഴും ഹയർ ആയിരിക്കും. Hope you have all understood today's portion. If there is any suggestion or feedback, let me know in the comment section below. Thank you.